വൈകിട്ടൊരു 6:30-7 മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു ബോധോദയം ഉണ്ടായത്. തൊട്ടടുത്തുള്ള വക്ര ബീച്ച് വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നടക്കാനുണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയ്ക്കങ്ങ് നടക്കാനുണ്ടെന്ന് വിചാരിച്ചില്ല ഗൈസ്. കാലൊക്കെ ഒരു പരവുമായി. അവിടെ ചെന്നപ്പോൾ ഉണ്ടടാ ദാ 2 ഒട്ടകക്കുട്ടന്മാർ. അവരോട് പോലും അനുവാദം ചോദിക്കാതെ ഞാനിവിടെ വീഡിയോ പകർത്തി ഗൈസ്. പിന്നെ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് നടന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ ഈ ചെയറൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ്. ഇതല്ല ഞാൻ പറഞ്ഞത്. ദാ കാണുന്ന നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റും അതിനൊപ്പം ദാ ഇട്ടേക്കുന്ന ചെയറുകളൊക്കെ കാണുമ്പോൾ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് എനിക്ക് ഓർമ്മ വന്നു. ചിലപ്പോൾ എൻ്റെ മാത്രം നൊസ്റ്റാൾജിയ ആയിരിക്കാം. നാട് മിസ് ചെയ്യുന്നുണ്ട്, അതാണ് സത്യം. ഈ കാണുന്ന കടകളിലൊക്കെ തീരെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല ഗൈസ്. കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ. അവിടെയൊക്കെ 2-3 ആൾക്കാരുണ്ടാവും ദാ ഇതുപോലെ. കൂടാതെ ഈ കാണുന്ന ചെറിയ കടകളിൽ പോപ്കോൺ, അതുപോലെ കുടിക്കാനായിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ്, ഫലൂദൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അട്രാക്ട് ചെയ്തത് ഈ ഒരു പേരാട്ടോ, ബോംബെ കട്ടിങ് ചായ്. ഈ റെസ്റ്റോറൻറ്റിൽ ഇതാ കുറേ ഫുഡിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ മാടി മാടി വിളിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വേഗം ചെന്നപ്പോൾ തന്നെ പുറത്തായിരുന്നു കേട്ടോ. പുറത്ത് ചെന്നപ്പോൾ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഇതാ വെള്ള ഷർട്ടിട്ട് ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, മാം അകത്തേക്ക് ഇരിക്കാം, അകത്ത് AC ഉണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്നപ്പോൾ ഞാൻ വല്ലാതെ കുറച്ചൊന്ന് അട്രാക്റ്റഡായി. കാരണം അവിടെ ഫുഡിൻ്റെ ഫോട്ടോസ് മൊത്തം നമ്മുടെ വാളിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഗ്രീനിഷ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈഫ് ഈസ് ലൈക്ക് എ ക്യാമറ എന്നൊക്കെ ഒരു ക്യാപ്ഷനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം കുറേ ഫുഡിൻ്റെ പിക്സൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അവരെ തന്നെ ഫുഡാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. പിന്നെ ഈ കാണുന്ന ഈ ഗ്രീനിഷൊക്കെ എന്നെ വല്ലാതെ അങ്ങ് അട്രാക്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ മെനു കാർഡ് ഞാൻ അധികം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആദ്യത്തെ ഒരു 1-2 പേജിൽ മാത്രമായിരുന്നു ഖത്തർ റിയാൽ ഒരു 40-ന് താഴെ റേഞ്ച് വരുന്ന ഫുഡുകളുള്ളത്. പിന്നെ അങ്ങോട്ടേക്ക് ഈവൻ ഗ്രിൽഡ് ചിക്കന് വരെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 2 ലൈം സോഡ ഓർഡർ ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ നമ്മുടെ ലൈം സോഡ വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ലൈം സോഡ. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടല്ലേ. ലൈം സോഡ വന്നപ്പോൾ തന്നെ ഞാൻ ഒന്ന് സിപ്പ് ചെയ്തു. എൻ്റെ ഈ സിപ്പിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ലൈം സോഡയുടെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ക്യാപ്സ്യൂള് പരുവത്തി കിട്ടുന്ന ഹാജി മോള ഉണ്ടല്ലോ, അത് കുറുക്കി വെച്ച പോലൊരു ചൊവയും ഒപ്പം നല്ല പുളിയുമായിരുന്നു. എനിക്കിത് ഇറക്കണോ വേണ്ടേന്നുള്ള കൺഫ്യൂഷനായിരുന്നു. നെഞ്ചൊക്കെ പുകഞ്ഞിട്ട് ഒരു വിധമായ കേസ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ആ ഒരു ഒറ്റ കാര്യത്തോടുകൂടെ ഞങ്ങൾ വേഗം ആ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൂടാതെ വേറെ സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു മണി താഴേക്ക് പോയായിരുന്നു. അതായത് മണി എന്ന് ഉദ്ദേശിച്ചത് പൈസയായിരുന്നു. പക്ഷേ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റാഫ് നമുക്ക് കൊണ്ടു തന്നു. ഫുഡ് മോശമാണെങ്കിലും സ്റ്റാഫുകളുടെ സർവീസൊക്കെ പൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ കാണുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലും ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും അത്യാവശ്യം നല്ല കത്തി പൈസയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു സാഹസത്തിന് മുതിർന്നില്ല. വേഗം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ചിപ്പി റൗണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ഊബർ വിളിച്ച് വേഗം വീട്ടിലേക്ക് പോവുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.